17 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന XUV 7X1 ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള AX വേരിയൻ്റാണ് നിങ്ങൾ കാണുന്നത്. ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇത് ആരും ഒരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറയില്ല. അതിന് പ്രധാന കാരണം ഈ 12.3 ഇഞ്ചിൻ്റെ ട്രിപ്പിൾ സ്ക്രീനാണ്. ടോപ്പ് എൻഡിൽ കൊടുത്തിരിക്കുന്ന അതേ സ്ക്രീൻ തന്നെ അതേ ക്ലാരിറ്റിയോടുകൂടി കൊടുത്തിരിക്കുന്നു. ഒന്ന് നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, രണ്ട് നമ്മളുടെ മറ്റ് സ്ക്രീന്, മൂന്നാമത്തെ നമ്മളുടെ മൾട്ടിമീഡിയ സ്ക്രീനായിട്ട് കൊടുത്തിരിക്കുന്നു. രണ്ടിലും നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. യൂട്യൂബ് പോലെയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യും. ചാറ്റ് GPT ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൽ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ പവറിൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഹിൽ ഡിസൈൻ കൺട്രോളുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയൻ്റ് വരുന്നുണ്ട്. ഫുള്ളി ഫംഗ്ഷനിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് മാനുവൽ വേരിയൻറ്റിന് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് സെൻറ്റർ ആംറസ്റ്റ് കാണാം. ടോപ്പിൽ സൺവൈസേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് മിറർ കാര്യങ്ങൾ വരുന്നുണ്ട്. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, നിങ്ങൾ മാനുവലാണ് നോക്കുന്നത് 7X1 എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റ് കൺസിഡർ ചെയ്യാം. പക്ക ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു വാഹനം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് 5 സീറ്ററായിട്ടും ഈ വാഹനം യൂസ് ചെയ്യാം. ഇതിൻ്റെ പെട്രോൾ മാനുവൽ വേരിയൻ്റാണ് 17 ലക്ഷത്തി രൂപ. ഓട്ടോമാറ്റിക് ഡീസൽ ആണെങ്കിൽ 18,89,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ആണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇറാം മോട്ടോഴ്സിൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. താങ്ക്